Good morning. Good morning, Miss. Okay, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റല് എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? പ്രൊമോഷൻസ്, മെഡിക്കൽ ക്യാമ്പ്. മെഡിക്കൽ ക്യാമ്പ് വരെ. ഓക്കെ, മെഡിക്കൽ ക്യാമ്പ് വരെ എടുത്തു അല്ലെ? അത്രയും വരെയും ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ചെറിയ ഭാഗം കൂടി കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും കേട്ടോ. ഒരു 3 എണ്ണം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാല്? തൊഴിലവസരങ്ങൾ അല്ലെ? ഒത്തിരി തൊഴിലവസരങ്ങൾ നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് പറയാമോന്നോ? നമ്മൾ ഇതിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. വളരെ കുറച്ച് പോയിന്റ്സ് അല്ലേ ഉള്ളൂ അല്ലെ? വളരെ കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതുപോലെ അഡ്യൂട്ടോറിയൽ എന്താണ്, അത് എന്തിന്റെ കോമ്പിനേഷൻ ആണ് എന്ന രീതിയിൽ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചാലേ എഴുതാൻ പറ്റും ഇല്ലേ? പറ്റില്ലേ നിങ്ങൾക്ക്? നമുക്ക് കേട്ട് പരിചയമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ പറയുന്നത് അല്ലെ? അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആദ്യത്തെ കുറച്ച് ഡെഫിനിഷൻസും കാര്യങ്ങളും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ ഡെഫിനിഷൻസ് കുറച്ചൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ഒന്ന് സമയം എടുത്ത് വായിച്ചാലേ കിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ മോക്ക് ടെസ്റ്റുകളിലും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അറ്റൻഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കാം. കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? തൊഴിലവസരങ്ങളാണ് അല്ലെ? ഹോസ്പിറ്റലിൽ ഒരുപാട് തൊഴിലവസരങ്ങളില്ലേ ഉണ്ടോ? നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് തന്നെയാണ് ഒരു തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ അല്ലെ? അപ്പൊ കരിയർ ഓപ്പർച്യൂണിറ്റി ഇവിടെ പറയുന്നത് നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയുടെ പങ്കാളിത്തം? എന്താണ് അവിടെ ഒരു തൊഴിലവസരം നൽകുന്നത് കൊണ്ടുള്ള ഒരു പങ്കാളിത്തം? എന്താ? നമ്മളാണെങ്കിലും ഒരു നല്ല ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇത്ര വേക്കൻസികൾ ഉണ്ട് എന്ന് പറഞ്ഞൊരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യം കണ്ടാല്, അവിടേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എന്ന് കണ്ടാല് ഒത്തിരി പേര് അതിനെന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും അല്ലെ? ഒത്തിരി ആളുകൾ അതിന് വേണ്ടി റെസ്യൂം അല്ലെങ്കിൽ നമ്മുടെ ബയോഡേറ്റാസ് അയച്ചു കൊടുക്കും അല്ലെ? അപ്പൊ ഒത്തിരി ആളുകള് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി റെസ്യൂംസ് അല്ലെങ്കിൽ ബയോഡേറ്റ അയക്കുന്നത് മാത്രമല്ല അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിലൂടെ ആ ഹോസ്പിറ്റല് ഓട്ടോമാറ്റിക്കലി ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ലേ, അല്ലെങ്കിൽ പ്രൊമോഷൻ നടത്തപ്പെടുന്നില്ലേ? ഉണ്ട് അല്ലെ? ഒത്തിരി ആളുകൾ ഇപ്പൊ പുതിയതായിട്ട് ചിലപ്പോൾ നമുക്ക് ചില ഹോസ്പിറ്റലിനെ പറ്റി അറിയാത്ത ഹോസ്പിറ്റൽ വരെ ആവാം. എന്നാൽ പോലും ഇങ്ങനെ ഒരു പരസ്യം കാണുന്ന സമയത്ത്, ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കാണാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഇത്ര വേക്കൻസി കാര്യങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് കാണുമ്പോൾ നല്ല സാലറി സ്കെയിലും കാര്യങ്ങളും ഒക്കെയാണ് എന്ന രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി കൂടുതൽ അറിയാനും അവിടേക്ക് അപ്ലൈ ചെയ്യാനും ശ്രമിക്കും ഇല്ലേ? ഏതൊരു ഉദ്യോഗാർത്ഥിയും അങ്ങനെയാണ് ശ്രമിക്കുക അല്ലെ? നമ്മളെ ഒരു അറിയാത്ത ഹോസ്പിറ്റലാണ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മൾ ആദ്യം നെറ്റിൽ, ഇപ്പൊ നെറ്റ് നമ്മളെ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെ? നമ്മൾ ഓൾറെഡി അപ്പൊ തന്നെ നെറ്റിൽ ഇങ്ങനെ അടിച്ചു നോക്കും അല്ലെ? ഏത് ഹോസ്പിറ്റലാണ്, ഇത് എവിടെയാണുള്ളത്, അവിടുത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, ഓക്കെ ആണോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അപ്പൊ തന്നെ അതിനെ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും അല്ലെ? അതുപോലെ അങ്ങനെ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് അവർക്ക് അവിടെയുള്ള വേക്കൻസി ഫില്ല് ചെയ്യാൻ പറ്റും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതോടൊപ്പം തന്നെ നമ്മൾ ഒത്തിരി പേര് ഇവിടേക്ക് റെസ്യൂം അയക്കുമ്പോൾ അത്രയും ആളുകളിലേക്ക് ഈ ഹോസ്പിറ്റലിലെ പേര്, പ്രശസ്തി എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിപ്പിക്കാൻ ഇതുവഴി സഹായിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോ കരിയർ ഓപ്പർച്യൂണിറ്റി എന്താണുള്ളത്? കരിയർ അഡ്വർടൈസ്മെന്റ്സ് ഫോർ എക്സിസ്റ്റിംഗ് ആൻഡ് നോൺ എക്സിസ്റ്റിംഗ് വേക്കൻസീസ് ക്യാൻ ബി advertised aiming at multiple result in a single shot.
ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കരിയർ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പരസ്യങ്ങൾ ചെയ്യുക. എന്തിനു വേണ്ടി? ഫോർ എക്സിസ്റ്റിംഗ്, ഇപ്പൊ നിലവിലുള്ള വേക്കൻസികൾക്ക് വേണ്ടിയിട്ടാവാം. അല്ലെങ്കിലോ നോൺ എക്സിസ്റ്റിംഗ്, ഇപ്പൊ നിലവിൽ വേക്കൻസി ഇല്ല എന്നാൽ വരാൻ സാധ്യതയുണ്ട് അല്ലെ, വേക്കൻസി വരാൻ സാധ്യതയുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇത്ര പേര് ചിലപ്പോ ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താണ് ഇത്ര വർഷത്തേക്ക് റിട്ടയർമെന്റ് കാര്യങ്ങൾ കഴിഞ്ഞ് ചിലപ്പോ അവരവിടെ നിന്ന് പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത്രയും വേക്കൻസി വരാൻ സാധ്യതയുള്ള വേക്കൻസികള് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴുള്ള വേക്കൻസികള് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തൊഴിൽ പരസ്യങ്ങൾ ചെയ്യുന്നു. എന്താണ്? നിലനിൽപ്പെന്നാണ്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, അങ്ങനെയുള്ള വേക്കൻസികള് ക്യാൻ ബി അഡ്വർടൈസ്ഡ് അല്ലെ, അങ്ങനെയുള്ള വേക്കൻസി നമ്മൾ എന്ത് ചെയ്യുന്നു? പരസ്യം ചെയ്യുന്നു. എന്തിനു വേണ്ടി? മൾട്ടിപ്പിൾ റിസൾട്ട് ഇൻ എ സിംഗിൾ ഷോട്ട്. അങ്ങനെ പരസ്യം ചെയ്യുന്നത് കൊണ്ട് ആ ഒരൊറ്റ പരസ്യം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സിംഗിൾ ഷോട്ടില് നമുക്ക് പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അല്ലെ. ഇവിടെ അവര് ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത് പ്രധാനമായിട്ടും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് അവിടെ വേക്കൻസിക്ക് വേണ്ടി ഫില്ല് ചെയ്യാൻ ആളുകളെ വേണം അല്ലെ, ഉദ്യോഗാർത്ഥികളെ വേണം. അത് മാത്രമാണോ? ഒരൊറ്റ ലക്ഷ്യമാണോ അവർക്കുള്ളത്? അല്ല അല്ലെ. ഫോർ എക്സിസ്റ്റിംഗ് വേക്കൻസി, ഇപ്പൊ നിലവിലെ നമുക്ക് എത്രത്തോളം വേക്കൻസികൾ ഉണ്ടോ, ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ആംബിൾ റെസ്യൂംസ് ഫോർ ദ പർട്ടിക്കുലർ പൊസിഷൻ, ആ ഒരു പ്രത്യേക പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് ഒരുപാട് വേക്കൻസികൾ അല്ലെ, ധാരാളം റെസ്യൂംസ് അല്ലെങ്കിൽ ബയോഡേറ്റാസ് ആ ഒരു വേക്കൻസിക്ക് വേണ്ടി ഒത്തിരി ആളുകളിൽ നിന്ന് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടാവും അല്ലെ. ആൻഡ് ഓട്ടോമാറ്റിക്കലി ദ ഹോസ്പിറ്റൽ ഈസ് ബീങ് ബ്രാൻഡഡ്. സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്വയമേ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹോസ്പിറ്റല് ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു തൊഴിലവസരങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു തൊഴിലവസരങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്വർടൈസ്മെന്റ്സ് ചെയ്ത് ആളുകളെ റിക്രൂട്ട് ചെയ്യും അല്ലെ, ആളുകളെ നിയമിക്കാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യും. അപ്പൊ അങ്ങനെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും? അതിനെ അപ്ലൈ ചെയ്യും. അപ്പൊ ആ ഒരു ഒറ്റ പൊസിഷന് വേണ്ടിയിട്ട് ഒരുപാട് റെസ്യൂംസ് അല്ലെങ്കിൽ ഒരുപാട് ബയോഡേറ്റാസ് കിട്ടുകയും അതിൽ നിന്ന് നമുക്ക് മികച്ച ആളുകളെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ ആ ഒരൊറ്റ സിംഗിൾ ഷോട്ട് അല്ലെങ്കിൽ ഒരൊറ്റ പരസ്യം കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിനെ സ്വമേധയാ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലൂടെ ബ്രാൻഡ് ചെയ്യാനും സാധിക്കുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കി കരിയർ ഓപ്പർച്യൂണിറ്റി. ക്ലിയർ ആണോ? കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ അല്ലേ? എന്താണ് മറ്റുള്ളവരാരും റിപ്ലൈ ചെയ്യാത്തത്? ക്ലിയർ ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആസ്ക് യുവർ ഡോക്ടർ. കേട്ടിട്ടുണ്ടോ? ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ നിങ്ങള്? ടിവിയിലോ അല്ലെങ്കിൽ റേഡിയോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടാവും അല്ലെ. നിങ്ങൾക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് കത്ത് എഴുതി അയക്കാൻ പറ്റുന്ന രീതിയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അത് തന്നെ ആപ്പിൾ എന്ന് പറഞ്ഞാല് ധാരാളം അല്ലെങ്കിൽ മതിയാ, വിശാലമായ എന്ന് അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോ ആംപിൾ റെസ്യൂംസ് ഉള്ളത് ധാരാളം റെസ്യൂംസ് അല്ലെങ്കിൽ ധാരാളം ബയോഡേറ്റകൾ കിട്ടുന്നു എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം അതെങ്ങനെയാണ് അവർ ശരിക്കും കണ്ടക്ട് ചെയ്യാറ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ആദ്യം തന്നെ അവര് നമ്മുടെ ആ ഒരു ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലാണ്, എന്തായിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും അല്ലെ. കണ്ടിട്ടുണ്ടോ അത് പ്രോഗ്രാം? അപ്പൊ കാണുമ്പോ എങ്ങനെയാ, ഏത് ഡോക്ടർ ഏത് ഹോസ്പിറ്റലിലെയാണ്, ഏത് വിഭാഗത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, എങ്ങനെയാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രത്യേകതകൾ മുതലായ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അവരെ നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി തരും അല്ലെ. അതിനുശേഷമാണ് അവർ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ലെ. അപ്പൊ അവർ നമുക്ക് ഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോ ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് കത്തുകളിലൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടേതായ പ്രശ്നങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു അസുഖത്തെ കുറിച്ചൊക്കെ ആയിരിക്കും അവർ കൂടുതലും ചർച്ച ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു അസുഖമൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ആ ഡോക്ടറുടെ നമ്പർ ഒക്കെ ഉണ്ടാവും അല്ലെ, താഴെ വിളിച്ചു ചോദിക്കാനായിട്ട് ടെലിഫോൺസിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത്ര സമയത്തിനുള്ളിൽ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്പർ ഒക്കെ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ നമ്പറിൽ നമുക്ക് വിളിച്ചു കഴിഞ്ഞാല് എന്താണ്, വലിയ തിരക്കൊന്നും നമുക്ക് കോൾ കണക്ട് ആവും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അസുഖങ്ങളെ കുറിച്ച് കാര്യങ്ങളൊക്കെ ആ ഡോക്ടറോട് നേരിട്ട് സംസാരിക്കുകയും അവരതിനുള്ള കൃത്യമായ മറുപടി തരും. ഇനി അവർ പറയാൻ പോകുന്നത് എന്തായിരിക്കും, ആ മറുപടിയൊക്കെ നമുക്ക് തരും അല്ലെ. ഇന്ന രോഗമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി കൂടുതൽ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്താലേ ശരിയായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്നൊരു ദിവസം ഹോസ്പിറ്റലിലേക്ക് വന്നാൽ നമുക്കത് ചെയ്യാം എന്ന് പറയാറുണ്ടോ അവര്? പറയാറുണ്ടോ? കേട്ടിട്ടുണ്ടോ പ്രോഗ്രാം? കേട്ടിട്ടില്ലേ? അങ്ങനെ പറയും അല്ലെ. അവര് പറയും നമുക്ക് ഈ ഫോൺ കോളിലൂടെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ഇതാക്കാൻ പറ്റില്ല, നേരിട്ട് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, വിളിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്ത് വന്നാൽ മതി എന്ന രീതിയിലായിരിക്കും അവരത് അവസാനിപ്പിക്കുന്നത് അല്ലെ. പിന്നെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള കുറച്ച് പ്രത്യേകതകളും അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സർവീസുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ആ ഒരു പ്രോഗ്രാമിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരാമർശിക്കും. അപ്പൊ അതാണ് ശരിക്കും ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം. അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് കാണുന്ന ആളുകൾക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നില്ലേ അല്ലെ. ആ ഹോസ്പിറ്റലിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ കേൾക്കാത്തൊരു ഹോസ്പിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലിൽ ഇന്ന സർവീസുകൾ ഉണ്ട്, ഇന്ന രീതിയിലുള്ള സേവനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആളുകളിലേക്ക് അറിയിക്കാനൊക്കെ നമുക്ക് ഈ ഒരു എന്താണ് ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം വഴി സാധിക്കുന്നുണ്ട്. നോക്കി, അറേഞ്ച്മെന്റ് ഓഫ് ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം ഇൻ ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, റേഡിയോ ചാനൽസ് റിഗാർഡിംഗ് ദെയർ എയിൽമെന്റ്സ്. എന്താണ് നമ്മൾ ഈ ഒരു ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം ഒരു ടെലിവിഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു, ഒരു ന്യൂസ് പേപ്പറിൽ ഉണ്ടാവാറുണ്ട്, ഒരു റേഡിയോ ചാനലിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാ? റിഗാർഡിംഗ് ദെയർ എയിൽമെന്റ്സ്. എന്താ? അവരുടെ അസുഖങ്ങളെ കുറിച്ച്. ഇപ്പൊ നമ്മുടെ ആളുകൾക്കിടയിലുള്ള പലതരത്തിലുള്ള എയിൽമെന്റ്സ് അല്ലെങ്കിൽ അസുഖങ്ങളെ കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ടല്ലേ അവിടെ ചർച്ച നടത്തുക അല്ലെ, അല്ലാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ല. ഒരു പർട്ടിക്കുലർ രോഗം, പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എയിൽമെന്റ് അല്ലെ, ഒരു സ്പെസിഫിക് എയിൽമെന്റ്, ഒരു പ്രത്യേക അസുഖത്തെ കുറിച്ച്, അതിന്റെ സിംറ്റം, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അല്ലെ, അത് എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധിയെ കുറിച്ചാവാം, അതാണ് ഡിസ്കസ് ഹിയർ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കൂടുതലും ചർച്ച ചെയ്യുന്നത് അല്ലെ. എപ്പോഴും പറയാറുണ്ട് ഒരു പർട്ടിക്കുലർ രോഗം വന്നു, ആ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇന്നതൊക്കെയാണ്. അപ്പൊ അവർ ചോദിക്കും ഡോക്ടറോട്, അവര് ചോദിക്കും, അവിടെ ഒരു ആങ്കർ ഇരിപ്പുണ്ടാവും അല്ലെ, ആ ആങ്കർ ചോദിക്കും ഇതാ ഇന്നൊരു രോഗം എന്ന് പറയുന്നത് ഡോക്ടർ ഇങ്ങനെയല്ലേ വരുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാവാം അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ അവിടെ ഇരിക്കുന്ന ആളും ഡോക്ടറോട് ചോദിക്കാറുണ്ട്. പുറത്തു നിന്നുള്ള ആളുകൾക്കും ആ ഒരു ടെലിഫോൺ കോളുകളിലൂടെ അവിടേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആ ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക അസുഖങ്ങളെ കുറിച്ച്, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധികളെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആളുകൾക്ക് കുറച്ച് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ നല്ല ബോധവൽക്കരണം ഇതിനെ കുറിച്ച് കൊടുക്കുന്നുമുണ്ട്, അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. ക്ലിയർ ആണോ? വേഗം വായിച്ചു നോക്കി ആസ്ക് യുവർ ഡോക്ടർ പ്രോഗ്രാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് എഫക്റ്റീവ് സർജറി. നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ചില വളരെ ഫലപ്രദമായ ചില വലിയ രീതിയിലുള്ള സർജറികൾ നടത്താറുണ്ട്. കേട്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പറിലൊക്കെ വരുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടേ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രത്യേകതയുള്ള സർജറികള്, വലിയ വലിയ മാസ്റ്റർ സർജറികളൊക്കെ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടേഴ്സ് ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ആയിരുന്നു, അത് നല്ല സക്സസ്ഫുൾ ആക്കി വിജയകരമാക്കി പൂർത്തീകരിച്ചു എന്ന രീതിയിലൊക്കെ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ അങ്ങനെയുള്ള സർജറികൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക വളരെ ഫലപ്രദമായ ഇങ്ങനെയുള്ള സർജറികൾ ഒരുപാട് സർജറി ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നുണ്ടാവും. അതിൽ ചിലതെന്ന് പറയുന്നത് പ്രത്യേകതയുള്ളവയാകാം അല്ലെ. അപ്പൊ അങ്ങനെ പ്രത്യേകതയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ വളരെ സങ്കീർണമായിട്ടുള്ള സർജറികൾ ചെയ്യുമ്പോൾ അത് ആളുകളിലേക്ക് അറിയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ശരിക്കും അത് ആളുകളിലേക്ക് അറിയിച്ച് ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി ഉയർത്തുക, ആ ഹോസ്പിറ്റലിനെ പറ്റി ആളുകൾ കൂടുതൽ അറിയാനായിട്ട് സഹായിക്കുക, അതും ഒരു മാർക്കറ്റിംഗ് ടെക്നോളജിയാണ്. നോക്കിയേ, ആൻ എഫക്റ്റീവ് സർജറി, ഒരു ഫലപ്രദമായ സർജറി ചെയ്യുന്നതിന്റെ പ്രൊമോഷനിലൂടെ the hospital must be undergoing a lot of surgeries അല്ലെ. ഹോസ്പിറ്റലില് ഒരുപാട് സർജറികൾ നടക്കാറുണ്ട് അല്ലെ. ഒരുപാട് സർജറികൾ നടക്കുന്നുണ്ട്. ഔട്ട് ഓഫ് വിച്ച് certain specific complicated surgeries, ഇങ്ങനെയുള്ള ഒരുപാട് സർജറികളില് ചില സർജറീസ് അല്ലെങ്കിൽ ചില ശസ്ത്രക്രിയകള് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കുറച്ച് പ്രത്യേകത നിറഞ്ഞ കുറച്ച് സങ്കീർണമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികളും ഉണ്ടാവാം. ആൻഡ് വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ടൂൾ ഓഫ് മാർക്കറ്റിംഗ്. അങ്ങനെയുള്ള സർജറികളെ നമ്മളിങ്ങനെ റിപ്പോർട്ടുകളായിട്ട് കൊടുത്ത് അല്ലെങ്കിൽ ന്യൂസിലോ മറ്റ് ചാനലുകളിലോ ഒക്കെ വാർത്തകൾ കൊടുത്ത് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന മേജർ സർജറികൾ ചെയ്ത് സക്സസ്ഫുൾ ആക്കി, ഇന്ന ഡോക്ടേഴ്സ് ആയിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത് എന്ന രീതിയിലുള്ള ന്യൂസുകളിലൂടെ അത് എന്ത് ചെയ്യുന്നു, ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ടൂൾ ആയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെ ഒരു സർജറി ചെയ്തു, അത് വളരെ ഫലപ്രദമാണ് എന്ന് കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ഒരു ഫലപ്രദമാക്കിയത് എന്ന് കാണുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമുക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ആളുകൾക്കൊക്കെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു അസുഖം വന്നാലും നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സജസ്റ്റ് ചെയ്യില്ലേ അല്ലേ. ആ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ അവിടെ ഇങ്ങനെ മേജർ സർജറി ഒക്കെ ചെയ്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ആ ഡോക്ടറെ തന്നെ ഒന്ന് പോയി കണ്ടു നോക്കൂ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഓരോരുത്തരുടെയും മനസ്സിൽ എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലിലേക്ക് പോയാൽ അവിടെ നിന്ന് മികച്ചൊരു ട്രീറ്റ്മെന്റ് നമുക്ക് കിട്ടും എന്നുള്ളൊരു ചിന്ത വരുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് വളരെ സക്സസ്ഫുൾ ആക്കുന്നത് വഴി സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ആൻ എഫക്റ്റീവ് സർജറി ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടാ. മാർക്കറ്റിംഗ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ നമ്മള് അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നെക്സ്റ്റ് ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഈ ഒരു മൊഡ്യൂളിലെ. നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. അക്രഡിറ്റേഷൻ പഠിച്ചതല്ലേ? അക്രഡിറ്റേഷൻ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എന്താണ് ഒരു അക്രഡിറ്റേഷൻ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞേ. എന്താണ് ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു ഹോസ്പിറ്റലിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കിട്ടുന്ന കാര്യമാണോ? ആണോ? വെറുതെ കിട്ടുമോ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അംഗീകാരം? വെരി ഗുഡ്, അംഗീകാരമാണ്. അതെങ്ങനെയാ കിട്ടുന്നത്? ഒരു സ്ഥാപനത്തിന് ഒരു അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ ആ സ്ഥാപനം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ അവിടുത്തെ പ്രകടന നിലവാരം അനുസരിച്ചാണ് അവർക്ക് ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കിട്ടുന്നത് അല്ലെ. അതിന്റെ ഒരു അതെ, അവിടുത്തെ ആക്ടിവിറ്റീസിനനുസരിച്ച് ശരിയാണ്. ആക്ടിവിറ്റീസ് അവരുടെ പെർഫോമൻസിന്റെ അല്ലെങ്കിൽ പ്രകടന നിലവാരത്തിനനുസരിച്ചാണ് നമ്മളിവിടെ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത്. അവരുടെ പ്രകടന നിലവാരം എപ്പോഴും എങ്ങനെയായിരിക്കണം? കൃത്യമായ സ്റ്റാൻഡേർഡുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അല്ലെ. അവിടെ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് മാനദണ്ഡങ്ങൾ കൊടുക്കാറുണ്ട് അല്ലെ. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൃത്യമായി അവർ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് അംഗീകാരം നൽകുന്നു അല്ലെ. അതാണ് ശരിക്കും അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാ പറയുന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങൾ 1-2 ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഇനി വെറുതെ കുറെ സമയമൊന്നും കളയണ്ട. നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് നേരിട്ട് കിടക്കാം. Accreditation is the
external recognition of your adherence to a set of standards to perform an activity or hold a certain status. എന്താണ് ഒരു accreditation എന്ന് പറയുന്നത്? Is the external recognition. എന്താ? ഒരു ബാഹ്യമായ ഒരു അംഗീകാരമാണ് അല്ലെ? ഒരു പുറത്തെ ഒരു അക്രഡിറ്റിംഗ് ഏജൻസികൾ പുറമേ നിന്ന് നൽകുന്ന ഒരു അംഗീകാരമല്ലേ അക്രഡിറ്റേഷൻ അല്ലെ? ആ ഒരു സ്ഥാപനത്തിനുള്ളിൽ നിന്ന് കിട്ടുന്നതല്ലോ, പുറമേ നിന്ന് മറ്റൊരു സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി, അക്രഡിറ്റേഷൻ നൽകുന്ന ഏജൻസി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ? And it's of your adherence to a set of standards to perform an activity. ഒരു പ്രവർത്തനം നടത്തുന്നതിന് അല്ലെ? ഒരു പ്രവർത്തനം നടത്തുന്നതിനോ or hold a certain status, ഒരു പദവി നിലനിർത്തുന്നതിനോ. ഒരു പ്രവർത്തനം അല്ല ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ നോക്കിയാൽ ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനോ ആവാം, അല്ലെങ്കിലോ അവരുടെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി നിലനിർത്തുന്നതിനോ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൂടെ അല്ലെ? അഡ്ഹറൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക. ഈ ഒരു സെറ്റ് ഓഫ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൂടെ അവർക്ക് ബാഹ്യമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണലി കിട്ടുന്ന ഒരു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഫസ്റ്റ് പോയിന്റ് എന്താന്നുള്ളത്? അക്രഡിറ്റേഷൻ ഈസ് ദ എക്സ്റ്റേണൽ റെക്കഗ്നിഷൻ ഓഫ് യുവർ അഡ്ഹറൻസ് ടു എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ടു പെർഫോം ആൻ ആക്ടിവിറ്റി ഓർ ടു ഹോൾഡ് എ സർട്ടൻ സ്റ്റാറ്റസ്. ഒരു പദവി, ഒരു സ്ഥാപനത്തിന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി നിലനിർത്തുന്നതിനാവാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങള് ശരിയായ രീതിയിൽ നിലനിർത്തുന്നതിനോ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ബാഹ്യമായ അംഗീകാരമാണ് അക്രഡിറ്റേഷൻ. മനസ്സിലായോ എന്താണ് അക്രഡിറ്റേഷൻ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഫസ്റ്റ് സെന്റൻസ്? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. എന്താണ് അക്രഡിറ്റേഷൻ? ഫസ്റ്റ് സെന്റൻസ് മനസ്സിലായല്ലോ? ഓക്കെ. Normally, accreditation is held by education institutions or organization. ഇനി accreditation നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കോളേജുകളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അക്രഡിറ്റേഷൻ അംഗീകാരം കിട്ടാനായിട്ട് അവിടെ കുറേയധികം പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്രഡിറ്റേഷൻ കിട്ടുന്നത്, അംഗീകാരം കിട്ടുന്നത് കേട്ടിട്ടുണ്ടോ? ചില കോളേജുകളൊക്കെ പറയും എന്താണ് NAAC അക്രഡിറ്റഡ് ആണ്, A+ ഗ്രേഡ് ആണ്, അല്ലെങ്കിൽ A ഗ്രേഡ് ആണ്. കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാണ് നമുക്ക് ആ ഒരു അംഗീകാരം കിട്ടുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ഇങ്ങനെയുള്ള അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഒരു ഓർഗനൈസേഷൻ, മറ്റു സംഘടനകൾ, ഇപ്പൊ ഹോസ്പിറ്റല് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രീസ് മുതലായ സംഘടനകളാവാം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണ് കൂടുതലും അക്രഡിറ്റേഷൻ നടത്തുന്നത്. എപ്പോഴും അവർക്ക് അംഗീകാരം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കാവാം. However, schemes exist in a variety of industries. അല്ലെ? ഈ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്കീമുകൾ പല തരത്തിലുണ്ട്. വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ്, ആ ഇൻഡസ്ട്രിയെ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വ്യവസായ സ്ഥാപനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള വെറൈറ്റി ഓഫ് സ്കീമുകൾ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കും. ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനത്തിന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അക്രഡിറ്റേഷൻ ആയിരിക്കില്ല ഒരു ഹോസ്പിറ്റൽ, ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്നത് അല്ലെ? വ്യത്യസ്തമായിരിക്കും. പലതരത്തിലുള്ള സ്കീമുകളിലായിട്ടായിരിക്കും അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം നൽകുന്നത്. It can show that an organization subscribes to certain quality standards or adheres to a voluntary self-regulatory code. ഇനി എന്താ പറയുന്നത്? It can show that organization subscribe to certain quality standards. അതായത് ഓർഗനൈസേഷൻ, ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്.
അല്ലെ? അങ്ങനെ പാലിച്ചാലല്ലേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? അവർ അംഗീകാരം കിട്ടുന്നത് അല്ലെ? ഓർ adheres to a voluntary self-regulatory code, അല്ലെങ്കിൽ അവർ സ്വമേധയാ ഒരു സ്ഥാപനം നൽകുന്ന ഒരു മാനദണ്ഡങ്ങളാവാം, അല്ലെങ്കിൽ ആ സ്ഥാപനം സ്വമേധയാ, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ സ്വമേധയാ സെൽഫ് റെഗുലേറ്ററി കോഡ്, സ്വമേധയാ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കോഡുകൾ, അതായത് സെറ്റ് ഓഫ് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് ഇവര് തന്നെ രൂപകൽപ്പന ചെയ്ത് അവർക്ക് ആ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി അവർ സ്വയമേ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടാക്കി കൃത്യമായിട്ട് അത് പാലിക്കുന്നതിനെയാണ് വോളണ്ടറി സെൽഫ് റെഗുലേറ്ററി കോഡ്. അവർ സ്വമേധയാ സ്വന്തമായിട്ട് അവരുടേതായ നിയന്ത്രണങ്ങൾ ഉപയോഗിച്ചുള്ള കോഡ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കി അതിനനുസരിച്ച് അത് നന്നായിട്ട് പാലിക്കുന്നതിലൂടെ അവർക്ക് എന്ത് കിട്ടണം? അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി അവർ സ്വമേധയാ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിലോ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായ സ്റ്റാൻഡേർഡുകൾ, അതായത് അക്രഡിറ്റേഷൻ നൽകുന്ന സ്ഥാപനങ്ങള് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭിക്കുന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്നുകൂടി പറയാണ് സർ, ശ്രദ്ധിക്കാട്ടോ കിട്ടാത്തവരുണ്ടെങ്കിൽ. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ റെക്കഗ്നിഷൻ ആണ്, ഒരു ബാഹ്യമായ ഒരു അംഗീകാരമാണ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ പദവി നിലനിർത്തുന്നതിനാവാം, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് ആ സ്ഥാപനം ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലൂടെ അവർക്ക് ലഭ്യമാകുന്ന ഒരു ബാഹ്യ അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് വൺ എന്താ നമ്മൾ പറഞ്ഞത്? നോർമലി അക്രഡിറ്റേഷൻ ഈസ് ഹെൽഡ് ബൈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ. നോർമലി എപ്പോഴും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകളിലോ ആണ് അക്രഡിറ്റേഷൻ നടത്താറുള്ളത്. ഇതിന്റെ സ്കീം എന്ന് പറയുന്നത്, ഈ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സ്കീം എക്സിസ്റ്റ് ഇൻ വെറൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ്. പലതരത്തിലുള്ള ഇൻഡസ്ട്രികളെ ബേസ് ചെയ്തിട്ട് പല രീതിയിലുള്ള സ്കീമുകളിലായിരിക്കും അക്രഡിറ്റേഷൻ നൽകുക. ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിനെ പോലെ ആയിരിക്കില്ല ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ? അവിടുത്തെ മാനദണ്ഡങ്ങളിലും എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ പലതരത്തിലുള്ള സ്കീമുകളിലായിട്ടാണ് അക്രഡിറ്റേഷൻ പല സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കുന്നത്. Then it can show that an organization subscribes to certain quality standard. ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടി എന്നതുകൊണ്ട് എന്താണ് അവിടെ കാണിക്കുന്നത്? ആ ഒരു സ്ഥാപനം, ആ അക്രഡിറ്റേഷൻ നൽകുന്ന, ആ അംഗീകാരം നൽകുന്ന സ്ഥാപനം പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ അവരെ പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിലോ adheres to a voluntary self-regulatory code എന്നാൽ അവർ സ്വമേധയാ അവർക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ കിട്ടിയ അംഗീകാരം തുടരുന്നതിന് വേണ്ടി അവർ സ്വയമേ രൂപകൽപ്പന ചെയ്ത ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ? ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ നമുക്കറിയില്ലേ ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ സ്ഥാപനമാണ് എന്ന് നിങ്ങളിപ്പോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് കൃത്യമായ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് പാലിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് നമുക്ക് ബോധ്യമാവുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചപ്പോ നിങ്ങൾക്ക് ബോധ്യമാവുന്നില്ലേ? അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹൗ ടു ചെക്ക് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഇതെല്ലാം പല പല ഓർഗനൈസേഷനിൽ പല പല ഏജൻസീസ് നൽകുന്ന അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട എംബ്ലംസ് ആണ് കേട്ടോ. കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലെ? കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലേക്ക് പേജുകളില് വെബ്സൈറ്റുകളിലൊക്കെ ചിലപ്പോ അവർക്ക് ഏതാണോ അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള എംബ്ലംസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് എങ്ങനെ അക്രഡിറ്റേഷൻ എങ്ങനെ നമുക്ക് പരിശോധിക്കാം? ഈ ഒരു എംബ്ലംസ് ഈ പറയുന്ന കാര്യങ്ങൾ പല പല ഇതുണ്ട് കേട്ടോ. വ്യത്യസ്തമാണ് ഓരോ സ്ഥാപനത്തിൽ നിന്നും അക്രഡിറ്റേഷൻ. ഒരു ഏജൻസി ഇപ്പൊ നാബിൽ നിന്ന് കിട്ടുന്നത് വേറെ ആയിരിക്കും, ജെസിയിൽ നിന്ന് കിട്ടുന്നത് വേറെ ആയിരിക്കും. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരങ്ങള് അവരിങ്ങനെയുള്ള എംബ്ലംസിലൂടെയാണ് ആളുകൾ എനിക്കറിയിക്കുന്നത്. അല്ലാതെ അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാനല്ലോ അവർ ചെയ്യുന്നത് അല്ലെ? അവരുടെ എല്ലാ തരത്തിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള എല്ലാത്തിലും അവർ ഈ ഒരു എംബ്ലം കൂടി ഉൾപ്പെടും.
കണ്ടിട്ടുണ്ടോ? വെബ്സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ കണ്ടു കാണും. മിക്ക ഹോസ്പിറ്റലുകളിലെയും വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള എംബ്ലംസ് കാണും. അത് അവരുടെ എന്തിനു വേണ്ടിയാണ്? അവരുടെ ഒരു പ്രശസ്തി അല്ലെങ്കിൽ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരിങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനോട് അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഈ എംബ്ലംസ് അവര് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ? ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. നെക്സ്റ്റ് വരുന്നത് സിനോണിംസ് ഫോർ അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്രഡിറ്റേഷന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് പഠിക്കുമ്പോ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരാറില്ലേ? ഒരു വേർഡ് പറഞ്ഞിട്ട് അതിന്റെ സിനോണിമും ആന്റോണിമും പഠിപ്പിക്കാറുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ലേ? ആരും പഠിച്ചിട്ടില്ല. അതെ, പര്യായങ്ങൾ അല്ലെ, പര്യായങ്ങള് പഠിച്ചിട്ടില്ലോ? സിനോണിംസ് അല്ലെങ്കിൽ അതിന്റെ ഒരേപോലെ അർത്ഥം വരുന്നവ എന്നതാണ് അവിടെ പര്യായം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. സെയിം മീനിങ് തന്നെയാണ്. അങ്ങനെയല്ലേ? ആന്റോണിം എന്ന് പറയുമ്പോഴോ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും അല്ലെ? ആണോ? എന്താണ്? ഇംഗ്ലീഷ് ഒന്നും പഠിച്ചില്ലേ? നമ്മൾ ക്ലാസ്സുകളിൽ തുടങ്ങി പഠിക്കുന്നതല്ലേ അല്ലെ? നമ്മൾ വേർഡ്സ് ഒക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യമാണ് അല്ലെ. ആന്റോണിമും സിനോണിമും അല്ലെങ്കിൽ പര്യായ പദങ്ങള് മലയാളത്തിലും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പര്യായ പദങ്ങളാണ് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട സിനോണിംസ് അല്ലെങ്കിൽ പര്യായ പദങ്ങൾ. ജസ്റ്റ് നിങ്ങൾ അതിന്റെ പേര് മാത്രം പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ശരിക്കും അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷേ അവിടെ നമുക്ക് പല ഈ പറയുന്ന ഏത് വേർഡ് ഉപയോഗിച്ചും നമുക്ക് ഒരു അക്രഡിറ്റേഷൻ എന്ന ആ ഒരു സെന്റൻസിനെ നമുക്ക് ഇതിലേത് വേർഡ് വേണമെങ്കിലും പര്യായമായിട്ട് അല്ലെങ്കിൽ സിനോണിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാ? ഓതറൈസേഷൻ കേട്ടിട്ടുണ്ടല്ലോ. ഓതറൈസേഷൻ കേട്ടിട്ടില്ലേ ആ ഒരു വേർഡ്? കമ്മീഷൻ ചെയ്യുക, കമ്മീഷൻ ചെയ്യാൻ വന്നു എന്നും പറയാറുണ്ട് അല്ലെ. ഒരു അക്രഡിറ്റേഷൻ ചെയ്യാമെന്ന് കമ്മീഷൻ ചെയ്യാമെന്ന്. ഡെലിഗേഷൻ, ദെൻ എംപവർമെന്റ്, ദെൻ ലൈസൻസ്. ഈ പറയുന്ന 5 വേർഡ്സും നമ്മുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം അല്ലെങ്കിൽ പര്യായ പദങ്ങളാണ്. സെയിം മീനിങ് തന്നെ, സെയിം ആയിട്ടുള്ള അർത്ഥം വരുന്ന അക്രഡിറ്റേഷന് പകരം നമുക്ക് ഈ പറയുന്ന ഏത് വേർഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു 5 പോയിന്റ്, ആ ഒരു 5 വേർഡ് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചിരുന്നത് അതിൽ ഉൾപ്പെടുന്നവ ഏതാണ്, അല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണം എക്സ്ട്രാ വേറെ തരാം, അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഒരു 5 എണ്ണം നിങ്ങളൊന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. 5 പേര് മാത്രം പഠിച്ചാൽ മതി, നെക്സ്റ്റ് ഒന്നും പഠിക്കണ്ട. ആ ഒരു 5 സിനോണിമിന്റെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? There are several benefits of accreditation depending on the scheme. അല്ലെ, ഏത് തരത്തിലുള്ള അക്രഡിറ്റേഷൻ ആണ് നമ്മൾ അവർക്ക് നൽകുന്നത് എന്നതിനനുസരിച്ച്, അങ്ങനെയുള്ള സ്കീമിനനുസരിച്ച് അക്രഡിറ്റേഷന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് എന്താ? നിരവധിയാണ് അല്ലെ. നിരവധി നേട്ടങ്ങൾ ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ആ സ്ഥാപനത്തിന് കിട്ടുന്നുണ്ട്. In general, it shows that the organization takes their responsibilities seriously. എന്താണ്? ഒരു അക്രഡിറ്റേഷൻ, ഒരു അംഗീകാരം ഒരു സ്ഥാപനത്തിന് കിട്ടി എന്നാൽ ആ സ്ഥാപനം പൊതുവായിട്ട് നമുക്ക് എന്ത് പറയാം? It shows that the organization takes their responsibility seriously. അല്ലെ, ആ ഒരു സ്ഥാപനം അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അല്ലെ, വളരെ സീരിയസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. ആണോ? അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു സ്ഥാപനത്തിന്, ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കിട്ടി, അത് വലിയൊരു അംഗീകാരമാണ് അല്ലെ. ആ ഒരു അംഗീകാരം പോവാതിരിക്കാൻ വേണ്ടി അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ മികച്ചതായിട്ട് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. Then this gives confidence to external regulators and customers. ഇനി ഇത് ആർക്കൊക്കെയാണ് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം നൽകുന്നത്? അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ആണോ? നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് ഒരു കസ്റ്റമർ ആയിട്ട് ചെല്ലുമ്പോ അതൊരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട് അല്ലെ. ആണോ? ഒരു ഉറപ്പില്ലേ? അതൊരു കോൺഫിഡൻസ് അല്ലേ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ചുള്ള നമ്മുടെ ആത്മവിശ്വാസമാണ്. ആൻഡ് ദ എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ്. എക്സ്റ്റേണൽ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അതായത് ഇത് തേർഡ് പാർട്ടി മോണിറ്ററിംഗ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് മേൽനോട്ടം വഹിക്കുന്നത്. അതായത് ആ ഒരു സ്ഥാപനവുമല്ല, അക്രഡിറ്റേഷൻ നൽകുന്ന ആളുകളുമല്ല.
മനസ്സിലാവുന്നുണ്ടോ? ആ അക്രഡിറ്റേഷൻ നൽകിയപ്പോൾ ഒരു നാവാണ് നമുക്ക് അക്രഡിറ്റേഷൻ നൽകിയത് വെച്ചോ. ആ നാവ് ഏജൻസിയുമായി ബന്ധപ്പെട്ട ആരുമല്ല, നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലിലെ ഭാഗവും അല്ല, മറിച്ച് പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു തേർഡ് പാർട്ടിയാണ് ഈ പറയുന്ന എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു അംഗീകാരം ലഭിക്കാനായിട്ട് ഒരു നാവ് അംഗീകാരം ലഭിക്കുന്നു. അപ്പൊ അവര് കൃത്യമായിട്ട് ഈ പറയുന്ന അംഗീകാരം കൃത്യമായ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണോ ഇവർക്ക് അംഗീകാരം കൊടുക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ ഒരാൾ വേണ്ടേ? അവർ കൃത്യമായിട്ട് തന്നെയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സ്ഥാപനം വലിയ രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിലും അംഗീകാരം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യട്ടെ. അതിനു വേണ്ടിയാണ് എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് കൂട്ടരെയും ഇവരെന്ത് ചെയ്യും? മേൽനോട്ടം വഹിക്കും. അതായത് ഇപ്പൊ നാവാണ് അവർക്ക് അംഗീകാരം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ മിസ്. ഒരു നാവാണ് ഇവർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നത്, ഒരു JST ആണ് അംഗീകാരം കൊടുക്കുന്നതെങ്കിൽ ആ സ്ഥാപനം കൃത്യമായിട്ടാണോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണോ ഇവർക്ക് അംഗീകാരം കൊടുക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യണം, അല്ലെ? അതുപോലെ തന്നെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ സ്ഥാപനം ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ അവിടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്, അതിന്റെ ബേസിസിൽ തന്നെയാണോ ഇവർക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താന്നുള്ളത്? ആരാണ് എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സ് എന്ന് മനസ്സിലായോ? പുറമേ ഒരു തേർഡ് പാർട്ടിയാണ്. അവർ ഈ രണ്ട് കൂട്ടരും ഉൾപ്പെടുന്നവരല്ല, അവർ ഈ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നവരാണ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഒരു തേർഡ് പാർട്ടി റെഗുലേറ്റർ ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ ഇവർക്ക് കിട്ടി, ഇവര് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന വിഭാഗങ്ങളുമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നില്ലേ? അല്ല, ഒരു വിശ്വാസം വരുന്നില്ലേ? ആ ഒരു സ്ഥാപനം ശരിയായിട്ട് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പാലിക്കുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാവാണ്. ആ കൊടുത്തിരിക്കുന്ന നാവ് അല്ലെങ്കിൽ JC ആണെങ്കിലും ശരിയായ മാനദണ്ഡങ്ങൾ നോക്കി തന്നെയാണ് ഇവർക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടരോടും ഈ പറയുന്ന എക്സ്റ്റേണൽ റെഗുലേറ്റർ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരിൽ ഒരു ആത്മവിശ്വാസം ഇവർക്ക് ഉണ്ടാവുന്നില്ലേ? ഉണ്ടാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ മിസ് എന്താ പറയുന്നത്? ക്ലിയർ ആയോ? അവിടുത്തെ കസ്റ്റമേഴ്സിനാണെങ്കിലും അതുപോലെ ഒരു എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനാണെങ്കിലും ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഈ പറയുന്ന അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം വഴി സാധിക്കുന്നുണ്ട്. It can lead to more business, അല്ലെ? ഒരുപാട് ബിസിനസ് വർദ്ധിപ്പിക്കാൻ ഈ ഒരു അക്രഡിറ്റേഷൻ സാധിക്കുന്നുണ്ടോ? ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ നേടിയാൽ ആ ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ആളുകളുടെ പേഷ്യൻസിന്റെ വരവ് എങ്ങനെയായിരിക്കും? കുറയോ കൂടുവോ? എങ്ങനെയായിരിക്കും? ഒരു അംഗീകാരം കിട്ടിയ ഹോസ്പിറ്റൽ ആവുമ്പോ കൂടും, അല്ലെ? സ്വാഭാവികമായിട്ടും അവിടെ അംഗീകാരം കൂടും, അല്ലെ? അപ്പൊ അവരുടെ ബിസിനസ് കൂടല്ലേ, അല്ലെ? ബിസിനസ് വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ഫോർ മോർ എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ എന്താ, ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ ഒത്തിരി പേഷ്യൻസ് ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട്, അല്ലെ? അവിടെ എൻഗേജ്ഡ് ആണ്. ഈ സ്ഥാപനത്തിലേക്ക് ഒത്തിരി ആളുകൾ വരുന്നു, അവർ ഈ സ്ഥാപനവുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നു. And customers or service users confidence in your standards and your ability to comply with regulations and laws. ഇനി എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്ന സമയത്ത് അവിടെ കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട ബിസിനസ് വർദ്ധിക്കുന്നു, അവിടെ ആളുകൾ വരുന്ന കസ്റ്റമേഴ്സ് കൂടുതൽ അതുമായിട്ട് ഇടപഴകുന്നു. കസ്റ്റമേഴ്സ് ഓഫ് സർവീസ് യൂസേഴ്സ്, അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവരുടെ സർവീസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഇൻ യുവർ സ്റ്റാൻഡേർഡ്, അതായത് അവർ കൃത്യമായ സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാ, കൃത്യമായ സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ട് എന്ന കാര്യം കൊണ്ട് ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. And your ability to comply with regulations and law, കൃത്യമായ റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട്, അങ്ങനെ പാലിക്കാനുള്ളൊരു കഴിവ് ഈ സ്ഥാപനത്തിനുണ്ട്. കൃത്യമായ സ്റ്റാൻഡേർഡ്സ് ഇവർ പാലിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുകയും അതിലൂടെ ഈ പറയുന്ന കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ അവരുടെ സർവീസ് ഉപയോഗിക്കുന്ന ആളുകൾക്കും അതിലൂടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഈ സ്ഥാപനത്തെ കുറിച്ച് ഉണ്ടാവുന്നു. ലാസ്റ്റ് ഭാഗം ഒന്ന് നോക്കിയപ്പോൾ നമ്മള് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ വളരെ ചെറിയ കുറച്ച് ഭാഗമാണ് പറയുന്നത്. ഫസ്റ്റ് ഭാഗം എന്താ പറയുന്നത്? നമ്മുടെ ബെനിഫിറ്റ്സിൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് നിരവധി നേട്ടങ്ങളാണ് ആ ഒരു സ്ഥാപനത്തിന് ഉണ്ടാവുക, അല്ലെ? ഏത് തരത്തിലുള്ള അംഗീകാരമാണ് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും അവർക്ക് ഉള്ളാവുന്ന
ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയ്ക്ക് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം ലഭ്യമായാൽ അവർക്ക് ആ ഒരു സ്ഥാപനത്തിന് അവരുടെ ഉത്തരവാദിത്തം അവർ ഗൗരവത്തോടെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. രണ്ടാമത്തെ കാര്യം, ദിസ് ഗീവ്സ് കോൺഫിഡൻസ് ടു എക്സ്റ്റേണൽ റെഗുലേറ്റർ ആൻഡ് കസ്റ്റമേഴ്സ്. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ അവരെ നിരീക്ഷിക്കുന്ന തേർഡ് പാർട്ടി ആയിട്ടുള്ള എക്സ്റ്റേണൽ റെഗുലേറ്റേഴ്സിനും ആ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ബിസിനസ് കൂട്ടാനായിട്ടും കൂടുതൽ ആളുകൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്താനും അതുപോലെ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ അവരുടെ സർവീസ് ഉപയോഗിക്കുന്ന യൂസേഴ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കോ ഈ സ്ഥാപനം കൃത്യമായ സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവരവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാൻ അവർക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാവുന്നതിലൂടെ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. മനസ്സിലായോ ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ വിശദീകരിച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മള് അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ അക്രഡിറ്റേഷൻ ബോഡീസിനെ കുറിച്ച് പഠിക്കുകയാണ്. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമൊക്കെ പഠിക്കുന്നത് കേട്ടോ. പിന്നെയാണ് ഓരോരോ വിഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ ഏജൻസി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നാവ് പഠിച്ചിട്ടുണ്ട്, JCA പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ഇനി വരുന്ന കുറച്ച് ഭാഗങ്ങളിലേക്ക് കുറച്ചൊന്ന് പോയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. അത് ഓരോന്നും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അക്രഡിറ്റേഷൻ ബോഡീസ് ഓഫ് ഹോസ്പിറ്റൽസ്, അതായത് കുറച്ച് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഭാഗങ്ങളിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ നോക്കി, the hospital accreditation approach is a concept that practice that yield beneficial results to patients, customers, hospital personnel, the hospital, the faculty of medicine, the society and the country as a whole. ഇനി എന്താ ഇവിടെ ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു സമീപനം എന്ന് പറയുന്നത് ഇസ് എ കോൺസെപ്റ്റ്. ഇതൊരു ആശയം, പ്രാക്ടീസ്, ഇതൊരു ആശയവും ഒരു രീതിയുമാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ അത് എന്താണ് നൽകുന്നത് നമുക്ക് ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ സമീപനത്തിലൂടെ? ബെനിഫിഷ്യൽ റിസൾട്ട്, വളരെ പ്രയോജനകരമായ ഫലങ്ങള് ആർക്കൊക്കെ? പേഷ്യൻസിന്, കസ്റ്റമേഴ്സിന്, ഹോസ്പിറ്റൽ പേഴ്സണൽ, അവിടുത്തെ ജീവനക്കാർക്ക്, ഹോസ്പിറ്റലിലെ മറ്റ് മെഡിസിൻസിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫാക്കൽറ്റികൾക്ക്, സൊസൈറ്റി, സമൂഹത്തിന്, ആൻഡ് കൺട്രി, നമ്മുടെ രാജ്യത്തിന് ആസ് എ ഹോൾ, മൊത്തത്തില് അല്ലെ, മൊത്തത്തിലുള്ള എല്ലാവരും ഉൾപ്പെട്ടില്ലേ? ആ മൊത്തത്തിലുള്ള പേഷ്യൻസിനായിക്കോട്ടെ, കസ്റ്റമേഴ്സിനായിക്കോട്ടെ, ഹോസ്പിറ്റലിലെ ജീവനക്കാർക്കായിക്കോട്ടെ, ഹോസ്പിറ്റലിലെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനായിക്കോട്ടെ, സൊസൈറ്റി, സമൂഹത്തിനും രാജ്യത്തിനും ഒക്കെ മൊത്തത്തിലുള്ള ഒരു പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫലപ്രദമായ ഒരു പ്രയോജനം അല്ലെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആശയവും രീതിയുമാണ് ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു സമീപനം എന്ന് പറയുന്ന ഒരു ആശയം, ഒരു രീതിയും അത് ആർക്കൊക്കെ പ്രയോജനകരമാവുന്ന ഫലങ്ങളാണ് നൽകുന്നത്? അവിടുത്തെ വരുന്ന ആളുകൾക്ക്, അതുപോലെ കസ്റ്റമേഴ്സിന്, പേഷ്യൻസിന്, ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് അതുവഴി പ്രയോജനം കിട്ടുന്നുണ്ട്. ആ ഹോസ്പിറ്റലിലെ മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനായിക്കോട്ടെ, സമൂഹത്തിനും രാജ്യത്തിനും മൊത്തത്തിൽ അവർക്ക് നല്ലൊരു പ്രയോജനകരമായ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഫലപ്രദമായൊരു റിസൾട്ട് അല്ലേ കിട്ടുന്നത്? അത് തന്നെയാണ് ഈ ഒരു സമീപനത്തിന്റെ പ്രധാന ലക്ഷ്യവും. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
എന്നിട്ട് നമ്മൾ അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഹിസ്റ്ററി അതായത് നമ്മുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ചരിത്രം കേട്ടോ. നോക്കിയേ, അപ്പൊ അതിൽ നിങ്ങൾ ആ ഓരോ വർഷത്തെയും ഇമ്പോർട്ടൻസ് നോക്കി വെച്ചാൽ മതി കേട്ടോ. നോക്കിയത് in 1970s the American College of Surgeons established a set of minimum standards for hospital. എന്താണ്? 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എസ്റ്റാബ്ലിഷ്ഡ് എ സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ ആ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കാനായിട്ടുള്ള ഒരു പ്രധാന മാനദണ്ഡം എന്ന് പറയുന്നത് എന്താ? ആ സ്റ്റാൻഡേർഡ്സ് പാലിക്കുക എന്നുള്ളതല്ലേ അല്ലെ? ആ ഒരു സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് സ്ഥാപിച്ചത് ആരാണ്? ഏത് കോളേജാണ്? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് ആദ്യമായിട്ട് 1917 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആണ് ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ഒരു സെറ്റ് ഓഫ് ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഒന്നുമില്ല, വളരെ മിനിമം, വളരെ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു കൂട്ടം സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ ആദ്യമായി സ്ഥാപിച്ചത് അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് 1917 ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് ഓക്കെ ആണോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, in 1951 ഇനി 1951 ആയപ്പോഴേക്കും the American College of Surgeons joined with several other professional associations to form the Joint Commission on Accreditation of Hospitals. ഇനി എന്താ പറയുന്നത്? in 1951 ആയപ്പോ 1951 ആയപ്പോഴേക്കും ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് joined with several other മറ്റ് നിരവധി പ്രൊഫഷണൽ അസോസിയേഷൻസ് കൂടി എന്ത് ചെയ്തു അതുമായി കൂടിച്ചേർന്നു. അതായത് ആദ്യം നമ്മൾ എങ്ങനെയായിരുന്നു? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് മാത്രമായിരുന്നു അല്ലെ? ആദ്യം പറഞ്ഞത് അവർ മാത്രമല്ലേ ഉണ്ടായുള്ളൂ. അവരാണ് ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലിൽ വേണമെന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി 1951 ആയപ്പോ ഈ പറയുന്ന അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ മറ്റ് നിരവധി പ്രൊഫഷണൽ അസോസിയേഷൻസ് കൂടി എന്ത് ചെയ്തു? കൂടിച്ചേർന്നു. ഇവിടെ ഇപ്പൊ കുറച്ചായി കൂടുതലായില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ കുറച്ച് മറ്റ് നിരവധി പ്രൊഫഷണൽ അസോസിയേഷൻസും കൂടി ചേർന്ന് അവരെന്ത് ചെയ്തു? ടു ഫോം ദി ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയുള്ളൊരു ജോയിന്റ് കമ്മീഷൻ ആയിട്ട് രൂപപ്പെട്ടു. മനസ്സിലായോ? 2 പോയിന്റ്സ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ എന്ന്? കണക്ട് ചെയ്തേ പോവാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മിസ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? 1917 ആയപ്പോ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് എന്ത് ചെയ്തു? ഒരു ഹോസ്പിറ്റൽസിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് മിനിമം സ്റ്റാൻഡേർഡ്സ്, വളരെ ചുരുങ്ങിയ രീതിയിലുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് സ്ഥാപിച്ചു. ഇനി 1951 ആയപ്പോഴേക്കും ഈ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസിന്റെ കൂടെ മറ്റു നിരവധി പ്രൊഫഷണൽ അസോസിയേഷൻസ് കൂടി ചേർന്ന് ഹോസ്പിറ്റലിലെ അംഗീകാരം നൽകുന്നതിന് വേണ്ടി ഒരു ജോയിന്റ് കമ്മീഷൻ രൂപീകരിച്ചു. ക്ലിയർ ആണോ? 2ാമത്തെ പോയിന്റ് വരെ ഓക്കെ അല്ലേ? ഓക്കെ. തേർഡ് നോക്കിയേ, 30 years later, ഇനി ഒരു 30 വർഷം കഴിഞ്ഞാട്ടോ അത്രയും അവരൊരു ജോയിന്റ് കമ്മീഷൻ ആയിട്ട് അവിടെ രൂപീകരിച്ചു. ആ മാനദണ്ഡങ്ങൾ അവർക്ക് കൊടുത്തു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രധാനമായിട്ടും വരുന്നത് 30 years later, ഒരു 30 വർഷത്തിന് ശേഷം this voluntary accrediting body changed its name to the Joint Commission on Accreditation of Healthcare Organization to more accurately reflect the scope of health service evaluation.
ഇനി എന്താണ് ഒരു 30 വർഷം കഴിഞ്ഞ്, അപ്പൊ ഒരു 30 വർഷം വരെയും അവരുടെ പേരൊരു ജോയിന്റ് കമ്മീഷൻ എന്ന് മാത്രമാക്കിയാണ് രൂപീകരിച്ചിരുന്നത് അല്ലെ. അത് കഴിഞ്ഞ് ഒരു 30 വർഷം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വോളണ്ടറി അക്രഡിറ്റിംഗ് ബോഡി, അതായത് അവർ സ്വമേധയാ പല പ്രൊഫഷണൽ അസോസിയേഷൻസും ഒരുമിച്ച് ചേർന്നുണ്ടാക്കിയ ഒരു സ്വമേധയുള്ള ഒരു അക്രഡിറ്റിംഗ് ബോഡിയാണ് അല്ലെ. ആ ഒരു സ്വമേധയുള്ള ഒരു അംഗീകരിക്കപ്പെടുന്ന ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം അവരവരുടെ പേര് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. എന്താക്കി മാറ്റി പേര്? Change its name to the Joint Commission on Accreditation of Healthcare Organization എന്നാക്കി മാറ്റി. എന്താണ്? Joint Commission on Accreditation of Healthcare Organization. ഈ പേര് എവിടെയെങ്കിലും ഒക്കെ കേട്ടതായിട്ട് ഫെമിലിയർ ആണോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? ഇതിന്റെ ആദ്യത്തെ JC കേട്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കത് പറയാം കേട്ടോ. അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കി 30 years later, 30 വർഷത്തിന് ശേഷം അവർ ഈ പറയുന്ന ജോയിന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു പേര്, അവരുടെ സ്വമേധയായുള്ള ആ ഒരു അക്രഡിറ്റിംഗ് സ്ഥാപനം അവരുടെ പേര് ചേഞ്ച് ചെയ്ത് എന്താക്കി മാറ്റി? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്നാക്കി മാറ്റി. ടു മോർ ആക്യുറേറ്റ്ലി, എന്തിനു വേണ്ടിയാണ് അത് അവരെങ്ങനെ പേര് ചേഞ്ച് ചെയ്തത്? ടു മോർ ആക്യുറേറ്റ്, വളരെ കൃത്യതയോടെ റിഫ്ലക്ട്സ് ഇറ്റ് സ്കോപ്പ് ഓഫ് ഹെൽത്ത് സർവീസ് ഇവാലുവേഷൻ, അവരുടെ ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സേവനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി. എങ്ങനെയാണ്? വളരെ വ്യാപ്തമായിട്ട് വളരെ വിപുലമായ രീതിയിൽ അങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങളുടെയും ഹെൽത്ത് സർവീസുകളെ വിലയിരുത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് അല്ലെ, വളരെ ആക്യുറേറ്റ് ആയിട്ട്, വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഓരോ സ്ഥാപനങ്ങളെയും വിലയിരുത്തുന്നതിന് വേണ്ടി, അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ആ പേര് ഇപ്പൊ ഒരു 30 വർഷം കഴിഞ്ഞപ്പോ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാക്കി മാറ്റിയത്. വേഗം ഒന്ന് വായിച്ചു നോക്കി എത്രയും വരെ പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കുക. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇതിന്റെ ഒരു ഡിവിഷൻ തന്നെയാണ് നമ്മൾ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞില്ലേ അത് അമേരിക്കയിൽ നിന്നാണ്, US ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്നൊക്കെ പഠിച്ചോ? ജോയിന്റ് കമ്മീഷന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പഠിച്ചിരുന്നില്ലേ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലിന്റെ? ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ അത് US ബേസ്ഡ് തന്നെയാണ്. അതായത് നമ്മുടെ ഈ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഡിവിഷൻ തന്നെയാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവ രണ്ടും നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ ജോയിന്റ് കമ്മീഷൻ ഇത്രയും നീട്ടി വലിച്ചൊന്നും പറയാറില്ല. കോമൺ ആയിട്ട് നമ്മളിപ്പോഴും അറിയപ്പെടുന്ന പേര് എങ്ങനെ തന്നെയാണ്? ജോയിന്റ് കമ്മീഷൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആദ്യകാലം മുതൽ ആ ഹിസ്റ്ററിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇനി ഓരോന്നിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വരാം കേട്ടോ. ഇത്രയും ജസ്റ്റ് ഒരു ഹിസ്റ്ററി മാത്രം നിങ്ങളിപ്പോ ജസ്റ്റ് നോക്കിയാൽ മതി. എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഇവിടെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് വെച്ച് പറയാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതിനെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾ NAV ആണ് പറയുന്നത്. NAV accreditation system was established in 2006 as a constant of Quality Council of India, QCA, Quality Council of Indiaയുടെ ഘടകമായിട്ട് 2006 സ്ഥാപിതമായ ഒരു അക്രഡിറ്റേഷൻ സിസ്റ്റമാണ് NAV എന്ന് പറയുന്നത്. NAV പഠിച്ചതാണല്ലോ അല്ലെ. QCA എന്താന്നുള്ളതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നമുക്കൊരു പേജ് ആയിട്ടൊരു ഇത് തന്നെയായിട്ട് ഒരു ഭാഗമായിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഘടകഭാഗമായിട്ട് 2006 സ്ഥാപിതമായ ഒരു അക്രഡിറ്റേഷൻ സിസ്റ്റമാണ് NAV എന്ന് പറയുന്നത്.
the first edition of standards was released in 2006-ലാണ് 2006-ലാണ് ഇതിന്റെ ആദ്യത്തെ പതിപ്പ് സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ട ആദ്യ പതിപ്പ് എന്ത് ചെയ്തത് റിലീസ് ചെയ്യപ്പെട്ടത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് the standard has been revised every 3 years. ആദ്യം 2006-ലാണ് ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ റിലീസ് ചെയ്തത്. അതിനുശേഷം ഓരോ 3 വർഷം കൂടുമ്പോഴും അവരവരുടെ സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യാറുണ്ട്? എന്താണ് സ്റ്റാൻഡേർഡ് ചെയ്യാറ്? പഠിച്ചതാണ്. ഓരോ 3 വർഷം കൂടുമ്പോഴും അത് പരിഷ്കരിക്കാറുണ്ട് അല്ലെ, സ്റ്റാൻഡേർഡ്സ് പരിഷ്കരിക്കാറുണ്ട്. Currently, the 5th edition of NAB standards released in August 2020 is in use. ഇപ്പൊ നിലവില് നാബിന്റെ 5ാമത്തെ എഡിഷൻ അല്ലെങ്കിൽ പതിപ്പാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റിലീസ് ചെയ്തിരിക്കുന്നത്. അതെന്താ റിലീസ് ചെയ്തേ? ഓഗസ്റ്റ് മാസം 2020 ഓഗസ്റ്റ് മാസത്തിലാണ് റിലീസ് ചെയ്തത്. നിലവില് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ മാറും അല്ലെ. 2023 24 ആവുമ്പോഴേക്കും 23 കഴിയുമ്പോഴേക്കും അത് മാറണം. നമ്മളിത് ആ ഒരു ടെക്സ്റ്റിന്റെ അടിച്ച സമയത്തുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ പറയുന്നത്. അപ്പോൾ 5th എഡിഷൻ ആയിരുന്നു 2020 ഓഗസ്റ്റിലാണ് അത് വന്നത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓരോ 3 വർഷത്തെ എന്തോറും ഏപ്രിൽ നിന്നാണോ പഠിച്ചത്? ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ, ഏതാണ് കറക്റ്റ് എന്നുള്ളത്. അതിൽ ഇത്രയും കിടക്കുന്നതിന് നോക്കിയില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആക്കി തരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ. അപ്പൊ ഇത്രയും ഭാഗം നമ്മളൊരു 4 points വരെയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് വായിച്ചിട്ട് വന്നേ. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.